Good morning class. എന്റെ പേര് ശ്രാവൺ പ്രകാശ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് ഇപ്പൊ ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫസ്റ്റ് ക്ലാസ് ആണിത്. ഫസ്റ്റ് ക്ലാസ് തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് ആയിരിക്കും പറയാൻ പോകുന്നത്. അപ്പൊ ആ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാനായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഓക്കെ, പെട്ടെന്ന് തന്നെ ടോപ്പിക് പോവാം. വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയ ടോപ്പിക് ആണ്. തല വെക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ നിങ്ങൾക്ക് ടൈം അധികം പോകത്തില്ല. ഒരു 45 മിനിറ്റ്സിനുള്ളിൽ തന്നെ മിക്കവാറും വലിയ അത്യാവശ്യം നല്ല ടോപ്പിക്സ് ഒക്കെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യും. കഴിഞ്ഞത്ര നമ്മൾ ലാഗ് എടുപ്പിക്കാതെ ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കാം കേട്ടോ. അപ്പോ ക്ലാസ് തുടങ്ങാം. തുടങ്ങാന്ന് വെച്ചാൽ എന്താണ് ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് ആണ് ആദ്യം പറയാൻ പോകുന്നത്. എന്താണ് മാനേജ്മെന്റ്? ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? മാനേജ്മെന്റ് ഇന്നലെ തുടങ്ങിയ കാര്യമല്ല. മനുഷ്യൻ എന്ന മുതൽ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ എന്തൊരു ലൈക്ക് എന്താണ് ഒരു കൃഷി തുടങ്ങുക, അല്ലെങ്കിൽ എന്താണ് ഒരു ബിൽഡിംഗ് പണി, ലൈക്ക് അതൊരു ആരാധനാലയം ആയിരിക്കാം, എന്തോ ആവട്ടെ, ലൈക്ക് ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ലൈക്ക് യുദ്ധത്തിന് പോകുന്നതായിരിക്കും. അവിടെ എല്ലാവർക്കും എന്താണ് മനുഷ്യർ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അവിടെയൊക്കെ മാനേജ്മെന്റ് പേര് കാണത്തില്ലായിരിക്കും, ബട്ട് മാനേജ്മെന്റ് എന്ന സംഭവം എക്സിസ്റ്റ് ആവുന്നുണ്ട്. കാരണം ഒരേ ഒബ്ജക്റ്റീവിന് വേണ്ടി എല്ലാവരെയും ഒരേപോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? മാനേജ്മെന്റ് എന്ന സംഭവം എന്തായാലും വേണം. സോ അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ്? മാനേജ്മെന്റ് എക്സിസ്റ്റ് ever since man has been organized into communities. കമ്മ്യൂണിറ്റീസ് ആയിട്ട് മനുഷ്യൻ മാറിയ എപ്പോഴാണോ അന്ന് മുതൽ എന്തുണ്ട്? നമ്മളുടെ ഒരാളായിട്ട് ആരുണ്ട്? മാനേജ്മെന്റ് എന്ന സംഭവം ഉണ്ട്. Whenever people had to work together in groups to grow crops, to buy and sell, to raise wars, to build a temple, etc., there was management. ഇവിടെ എല്ലാവർക്കും എന്തുണ്ടായിരുന്നു? മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പം മാനേജ്മെന്റ് ഇസ് ഓൾഡ് ആൻഡ് യൂണിവേഴ്സൽ. എന്താണ് അതിന്റെ അർത്ഥം? മാനേജ്മെന്റ് പഴയതാണ്, യൂണിവേഴ്സൽ ആണ്. അതിന്റെ അർത്ഥം എന്താ? പണ്ട് കാലം മുതലേ മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. അതുപോലെ യൂണിവേഴ്സൽ ആണ്. അതായത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മാനേജ്മെന്റ് ഉള്ള സംഗതി ഉണ്ടായിരുന്നു. ഇറ്റ് ഹാസ് നോ എഗ്രീഡ് സിംഗിൾ ഡെഫിനിഷൻ. ഒരു സിംഗിൾ ഡെഫിനിഷൻ മാനേജ്മെന്റ് സംഭവത്തിന് ഒരു സിംഗിൾ ഡെഫിനിഷൻ ഇല്ല. അപ്പോ തോന്നും ഇപ്പൊ മാനേജ്മെന്റ് ആരും ചോദിക്കുകയാണെങ്കിൽ എന്ത് പറഞ്ഞു കൊടുക്കും? സോ സിംഗിൾ ഡെഫിനിഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. there are multiple definition. സോ അത് നമ്മൾ കൺഫ്യൂഷൻ ആണെന്ന് വിചാരിച്ച് ഒരു ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറയാം. അതാണ് എന്ത്? The shortest definition is management is getting things done through people. ആൾക്കാരിലൂടെ വേണ്ട ഒരു കാര്യം സാധിച്ചെടുക്കുക എന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് ഷോർട്ടസ്റ്റ് ഡെഫിനിഷൻ. മാനേജ്മെന്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഇപ്പൊ ഇവിടെ ഒരു ഫോട്ടോ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് റാവൺ സിനിമയിൽ ഫോട്ടോ ആണ് അല്ലെ? എന്ന് വെച്ചാൽ ഒരു കാർ തള്ളാണ്. അപ്പൊ രണ്ട് ഹീറോയിൻസ് ആണ് തള്ളുന്നത്. പക്ഷെ ബാക്കി ഇരുന്ന പുള്ളിക്കാരൻ തള്ളുന്നില്ല, ചെയ്യുന്ന ആക്ടിങ് മാത്രമേ കാണിക്കുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ഇയാൾ ചുമ്മാ ഇരിക്കാന്ന് പറയാൻ പറ്റില്ല. മേബി നമുക്ക് ഇയാൾ മാനേജ് ചെയ്യാന്ന് പറയാം. എങ്ങനെ? ഇയാള് വേറെ രണ്ടുപേരിലൂടെ ഉപയോഗിച്ച് ഈ വർക്ക് തള്ളാനുള്ള വർക്ക് ചെയ്യാണ്. സോ ഇസ് ആക്ച്വലി somewhat doing is management. Okay, and management is the art of effective utilization of optimal resources for achieving goals. എന്താണ് പറഞ്ഞേക്കുന്നത്? മാനേജ്മെന്റ് is the art of effective utilization of optimal resources for achieving goals. ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒപ്റ്റിമൽ റിസോഴ്സസിന്റെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന ഒരു കല, ഒരു ആർട്ടാണ് എന്ത്? മാനേജ്മെന്റ്. എന്താ ഒപ്റ്റിമം റിസോഴ്സസ്? ജസ്റ്റ് റിസോഴ്സ് പറയാലോ, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയാമല്ലോ. റിസോഴ്സ് ഉദാഹരണം പറയുകയാണ്, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം റിസോഴ്സ് എന്ന് പറയും. ഉദാഹരണം ഒപ്റ്റിമം റിസോഴ്സ് എന്ന് പറയുന്നത് കാരണം എന്താ? ലൈക്ക് ഇപ്പൊ ഞങ്ങളൊരു 10 റിസോഴ്സ് വന്നിരിക്കട്ടെ, അതിൽ 8 നിങ്ങൾ റിസോഴ്സിനെ മാക്സിമം യൂസ് ചെയ്താൽ നിങ്ങൾ ഒപ്റ്റിമം റിസോഴ്സിന്റെ യൂട്ടിലൈസേഷൻ പറയാൻ പറ്റില്ല. ആ 10 റിസോഴ്സിനെ അതുപോലെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താ പറയാം? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ അങ്ങനെ റിസോഴ്സിനെല്ലാം എഫക്റ്റീവായിട്ട്, ഒപ്റ്റിമം റിസോഴ്സിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന ആർട്ടിനെ പറഞ്ഞ പേരാണ് എന്ത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കണമല്ലോ. അടുത്തതായിട്ട് പോവാം. മാനേജ്മെന്റ് ഈസ് ദ പവർഫുൾ ആൻഡ് എഫക്റ്റീവ് യൂസ് ഓഫ് റിസോഴ്സസ്. വേറെ ഡെഫിനിഷൻ പറയാം കേട്ടോ. മാനേജ്മെന്റ് ഈസ് ദ പർപ്പസ്ഫുൾ ആൻഡ് എഫക്റ്റീവ് യൂസ് ഓഫ് റിസോഴ്സസ്. ഒരു പർപ്പസ്ഫുൾ ഒരു കാര്യത്തിന് വേണ്ടി ആൻഡ് എഫക്റ്റീവ് യൂസ് ഓഫ് റിസോഴ്സിന് അതുപോലെ അത്രമാത്രം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറഞ്ഞ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ റിസോഴ്സ് എന്ന് പറയുന്നത് ഒപ്റ്റിമൽ റിസോഴ്സ് എന്ന് പറഞ്ഞു, 8 റിസോഴ്സ് എന്ന് പറഞ്ഞു, 10 റിസോഴ്സ് എന്ന് പറഞ്ഞു. എന്താണ് റിസോഴ്സ്? എത്ര റിസോഴ്സ് ഉണ്ട്? പ്രധാനമായിട്ടും 3 തരത്തിലുള്ള റിസോഴ്സ് ആണ് ഉള്ളത് അല്ലെ? മാനേജ്മെന്റ് പല റിസോഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് മാന്, മെറ്റീരിയൽ ആൻഡ് മണി. അതായത് എന്താണ്? അതെ, 3 റിസോഴ്സുകളാണ് ഉള്ളത്. 3 M's. ഇത് 3 M's അല്ലെങ്കിൽ ഒരു കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ ട്രോളാണെങ്കിൽ കാര്യം എന്താ? ഇത് 3 M's നിങ്ങൾ ഓർത്ത് വെച്ചോളാം. കാരണം എന്തുകൊണ്ടാ? പരീക്ഷയിൽ ചിലപ്പോൾ ഇത് ചോദിക്കാം. എന്താണ്? മാൻ, മെറ്റീരിയൽ, മണി. ഇത് മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും ട്രാൻസ്പോർട്ട് എന്നോ
ലൈക്ക് അല്ലെങ്കിൽ എന്താണ് റിലേഷൻസ് എന്നോ അങ്ങനെ ഒരു ക്വസ്റ്റിനോട് തന്നിട്ട് പറയാണ് എന്താ ഈ 4 എണ്ണത്തിൽ ഏതാണ് ഓഡ് വൺ എന്ന് കണ്ടുപിടിക്കാൻ പറയുകയാണ്. എന്താണ് ഇപ്പൊ നമുക്കറിയാം 3 M's ആണ് ഈ എം മാൻ മെറ്റീരിയൽ ആൻഡ് മണി. അതിന്റെ അല്ലാത്ത ഓഡ് വൺ മാത്രം നമുക്ക് എടുത്ത് കളയാൻ പറ്റും. ഇത് ഈ ഒരു ചെറിയ ചോദ്യം ശരിയാക്കുന്നതിലൂടെ 1 മാർക്ക് കിട്ടും. 1 മാർക്കിന്റെ എഫക്റ്റീവ്നെസ് നിങ്ങൾ PSC എഴുതുന്ന ആരോട് പറഞ്ഞാൽ കാര്യമില്ല. ലൈക്ക് 0.25 0.1 ഒക്കെ മാർക്ക് വ്യത്യാസം വരുമ്പോഴത്തേന് എത്രയാണ് ലൈക്ക് 10 to 20 അല്ലേ റാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. സോ ഈ ഒരു ചെറിയ ക്വസ്റ്റ്യൻ അത് മനസ്സിലാക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ദീസ് ആർ കോൾഡ് 3 M's ഓഫ് മാനേജ്മെന്റ്. 3 M's ഓഫ് മാനേജ്മെന്റ് എന്തൊക്കെയാണ്? മാൻ ഉണ്ട്, രണ്ടാമതാണ് മെറ്റീരിയൽ ഉണ്ട്, മൂന്നാമത് മണിയുണ്ട്. ഓരോന്നും വിശദമായിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് ആണ് മാൻ അല്ലെങ്കിൽ മാൻ പവർ. മാൻ പവർ എന്ന് വെച്ചാൽ എന്താണ്? ദ വർക്ക് ഫോഴ്സ് യൂസ് ടു അച്ചീവ് ദി ഗോൾ. നമ്മൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത വർക്ക് ഫോഴ്സിനെ പറഞ്ഞ പേരാണ് എന്ത്? മാൻ പവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മാൻ ഹു ക്യാരീസ് ഔട്ട് ദ വർക്ക്, മേക്ക് പ്രൊഡക്ട്സ്, സെൽസ് ഇറ്റ് ആൻഡ് മേക്സ് പ്രോഫിറ്റ്. ഇപ്പൊ നമുക്ക് തോന്നാം അല്ല ഇപ്പൊ ഞാൻ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഇപ്പൊ യാത്ര ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യം ഒരു പ്രൊഡക്റ്റ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എന്നാണ് ഞാൻ വണ്ടി യൂസ് ചെയ്യുന്നുണ്ടല്ലോ, സോ അതൊന്നും വർക്ക് ചെയ്യുന്നില്ലേ വിചാരിക്കാം. പക്ഷെ ഈ ലാപ്ടോപ്പും ഈ വാഹനം ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്? മനുഷ്യനാണല്ലോ. സോ ദാറ്റ്സ് വൈ എന്താണ് ദ മാൻ, ഇറ്റ് ഈസ് ദ മാൻ ഹു ക്യാരീസ് ഔട്ട് വർക്ക്. ജോലി ചെയ്യുന്ന ആരാണ്? ശരിക്കും മനുഷ്യൻ തന്നെയാണ്. മേക്സ് പ്രൊഡക്റ്റ് ആൻഡ് സെയിൽസ് ഇറ്റ് ആൻഡ് മേക്സ് പ്രോഫിറ്റ് അല്ലേ? ഇപ്പൊ റിസോഴ്സ് എല്ലാം ഉണ്ട്. ഇപ്പൊ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള റിസോഴ്സ് ഉണ്ട്. അതൊരു ഡെസ്കിന്റെ മൂലയ്ക്ക് മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ലായിരിക്കുവാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാത്തിനും എന്ത് വേണം? ഒരു ഐഡിയ ഉള്ള ഒരാൾ വേണം. സോ ഈ ആക്ടിവിറ്റീസ് എല്ലാം ക്യാരി ഔട്ട് ചെയ്ത് മാൻ ആയിരിക്കും. പ്ലസ് എന്താണ് മാൻ പവർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് സ്ലൈഡ് പോവാണ്. അപ്പൊ അടുത്ത പറഞ്ഞത് മെറ്റീരിയൽ ആണ്. ഇറ്റ് ഈസ് ദ എക്യുപ്മെന്റ് ആൻഡ് സപ്ലൈസ് യൂസ്ഡ് ഫോർ ഓർ കൺസ്യൂംഡ് ഫോർ അച്ചീവിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെ? ഇപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒരു മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു ഗോൾ ഉണ്ട്, ആ ഗോളിനെ ഡിവൈഡ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഈ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് മാനേജ്മെന്റ് ഉള്ളത്. സോ നമ്മൾ ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാനേജ്മെന്റിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സിനെയും സപ്ലൈസിനെയും നമ്മൾ എന്ത് പറയാം? അതിനെല്ലാം നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ന് നിങ്ങൾ പോയി ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഞാനിപ്പോ യൂസ് ചെയ്യുന്ന ഈ ബോർഡ് ആയിരിക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫോൺ ആയിരിക്കട്ടെ, ആൻഡ് ഇപ്പോ ഇവിടെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പ് ആയിരിക്കട്ടെ. സോ അതെല്ലാം എന്താണ്? എന്റെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. എന്ത്? ഈ ഒരു ടോപ്പിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. സോ ആ ഒബ്ജക്റ്റീവ് നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ടൂളാണ്. സോ അങ്ങനെ ഞാൻ ഉപയോഗിച്ച ടൂൾ അല്ലെങ്കിൽ സപ്ലൈസ് നമുക്ക് എന്താ പറയാൻ പറ്റും? മെറ്റീരിയൽസ് എന്ന് പറയാൻ പറ്റും. സോ ഉദാഹരണം പറയാൻ ഓഫീസ് വർക്കിലൊക്കെ എന്താ പറയാ? ഓഫീസ് വർക്കിൽ അവര് മേ ബി ടാലി ചെയ്യുന്നവരാട്ടെ, അവർ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ആയിക്കട്ടെ, അവർ ഉപയോഗിക്കുന്ന പെൻ ആയിക്കട്ടെ, പേപ്പർ ആയിക്കട്ടെ, അവർ ഇരിക്കുന്ന കസേര ആയിക്കട്ടെ, അതൊക്കെ എന്താണ്? അതെല്ലാം മെറ്റീരിയലിനകത്ത് വരും. ഇപ്പൊ കൺസ്ട്രക്ഷൻ കാര്യം എടുത്താലും അവർ ഉപയോഗിക്കുന്ന ബ്രിക്ക്, അവർ ഉപയോഗിക്കുന്ന സിമെന്റ്, അതുപോലെ തന്നെ അവർ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന വെഹിക്കിള്, അതെല്ലാം എന്ത് പറയും? എന്താണ് പറയാൻ പറ്റും? മെറ്റീരിയൽ ആയിട്ട് പറയാൻ പറ്റും. സോ അടുത്താണ് രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു റിസോഴ്സ്. അടുത്താണ് മൂന്നാമത്തെ ഏറ്റവും ഈ 3 റിസോഴ്സിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസോഴ്സ് ആണ് എന്ത്? മണി എന്ന് പറഞ്ഞ റിസോഴ്സ്. സംതിങ് ദാറ്റ് ഈസ് അക്സെപ്റ്റഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഫോർ സാറ്റിസ്ഫൈങ് നീഡ്സ്. അതായത് ഒരു എക്സ്ചേഞ്ച് മീഡിയമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് മണി. ആൻഡ് ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിസോഴ്സസ്. നമുക്ക് തന്നെ അറിയാം. ഉദാഹരണത്തിന് ഇപ്പൊ ദൈനംദിന ജീവിതത്തിൽ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സർവീസ് അല്ലെ ഗുഡ്സ് മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് മണിയാണ് അല്ലെ? അപ്പൊ എന്താണ്? സംതിങ് ദാറ്റ് ഈസ് അക്സെപ്റ്റഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ് മണി. ആൻഡ് ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഫോർ സാറ്റിസ്ഫൈ നമ്മുടെ ബേസിക് നീഡ്സ് ആയിരിക്കും. മാനേജ്മെന്റ് മാത്രമല്ല, നമ്മുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ മണിക്ക് വലിയൊരു പങ്കുണ്ട്. ഇറ്റ് ഇസ് എ റിസോഴ്സസ് വിത്തൗട്ട് വിച്ച് ദ ഫസ്റ്റ് 2 റിസോഴ്സസ് വുഡ് നോട്ട് ബി അവൈലബിൾ. ഈ ആദ്യം പറഞ്ഞ 2 റിസോഴ്സ് ഉണ്ടല്ലോ, ഏതൊക്കെയാ? മാൻ പവർ ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ ഈ 2 എണ്ണം കൂടി യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാൻ പവർ ഹയർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽസിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ യൂസ് ചെയ്യണം. എങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ എക്സ്ചേഞ്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം എന്താണ്? അത് മൂന്നാമത്തെ റിസോഴ്സ് ആണ്. ഏത്? മണി. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ റിസോഴ്സ് വിത്തൗട്ട് വിച്ച് ദ ഫസ്റ്റ് 2 റിസോഴ്സസ് വുഡ് നോട്ട് ബി അവൈലബിൾ. ഓക്കെ, അടുത്തതിലോട്ട് പോവാണേ. ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ എന്താണ്? കെയർഫുൾ ബാലൻസ് ഓഫ് ദി above 3 റിസോഴ്സസ് ഈസ് എഫിഷ്യന്റ് മാനേജ്മെന്റ്. ഈ പറഞ്ഞ 3 റിസോഴ്സിന്റെ കെയർഫുള്ളും അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫിഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മൾ പണം ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നു, ബട്ട് മണി അല്ല മെറ്റീരിയൽ അല്ലെങ്കിൽ മാൻ പവർ യൂസ് ചെയ്യുന്നില്ല. സോ അത് നമുക്കൊരു ഒരിക്കലും നമുക്ക് എഫക്റ്റീവ് അല്ലെങ്കിൽ എഫിഷ്യന്റ് മാനേജ്മെന്റ് ഒരിക്കലും പറയാൻ പറ്റില്ല.
അവിടെ വേണ്ടി എന്താ പറയാൻ പറ്റുക, മണിയുടെ വേസ്റ്റേജ് ഉണ്ടാകുന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ മണിയുണ്ട്, മണി നമ്മൾ ഒറ്റമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. റിസോഴ്സ് മെറ്റീരിയൽസ് നമ്മൾ മേടിച്ച മെറ്റീരിയൽസിൽ നിന്ന് മാക്സിമം പിഴിഞ്ഞ് നമ്മൾ അതിനകത്ത് ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്. അതേപോലെ മാൻ പവർ നമ്മൾ ഹയർ ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ നിന്ന് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന അവരുടെ ഇൻപുട്ട്. ഓക്കെ, അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു എഫിഷ്യന്റ് മാനേജ്മെന്റ് ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഓർത്തോണം കേട്ടോ, എന്താണ് പ്രധാനമായിട്ടുള്ള 3 മാൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് ഒരു റിസോഴ്സ് ആണ്. എന്റെ പുറകെയുള്ള ആരാണ്, മണി ഒരു അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ്. 3ാമത്തെയാണ് മെറ്റീരിയൽ. ഈ മാൻ, മണി, മെറ്റീരിയൽ 3 M's ഓഫ് മാനേജ്മെന്റ് നിങ്ങൾ ഇനി മറക്കത്തില്ലെന്ന് വിചാരിക്കുന്നു. കാരണം ഇടയ്ക്ക് ഒരു മാർക്ക് ചോദിക്കാം, ഒരു മാർക്ക് നമ്മളാരും കളയാൻ പാടില്ല. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡ് പോയേ. അടുത്താണ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്. ഈ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ഞാൻ ചോദിക്കുക, ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 ടൂളാണ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഒരു ഭരണ നിർവഹണം അല്ലെ, ആ ഒരു സംഭവമാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഒരു മാനേജ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു മറ്റുള്ളവരെ യൂസ് ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്ന് ഔട്ട്പുട്ട് മേടിക്കുക അല്ലെ, അതിനെയാണ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ, അതിനെയാണ് മാനേജ് എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ ഇത് രണ്ടും എന്താണ്, ഒരു ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, ഒബ്ജക്റ്റീവ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിന് പ്രധാനമായിട്ട് നമ്മൾ എങ്ങനെ ഡെറൈവ് ചെയ്യും, രണ്ടും ഏകദേശം ഒരേപോലെ ഇരിക്കും. പക്ഷെ പേന കൊണ്ട് കറുത്ത മറിഞ്ഞിട്ട് ഇവനാണ് ആര്, മാനേജ്മെന്റ്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നത് ഇതെന്താണ്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, കറുത്ത മറിഞ്ഞിട്ട് എങ്ങനെ മാനേജ്മെന്റ് ആണ്, ഈ മറകിന് ഒരർത്ഥമുണ്ട്, അത് പറഞ്ഞുതരാം. അടുത്തതായിട്ട് പോവാം. ആ മറകാണ് ആര്, ഫ്ലെക്സിബിലിറ്റി. എങ്ങനെ, ഫ്ലെക്സിബിലിറ്റി, അതാണ് ആ കറുത്ത മറക്. ഈ കറുത്ത മറകാണ് ഈ ഫ്ലെക്സിബിലിറ്റി. നേരത്തെ സ്ലൈഡ് എടുക്കണം, നേരത്തെ സ്ലൈഡ്. ഈ കറുത്ത മറക ഫ്ലെക്സിബിലിറ്റി ആണ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് നിന്ന് വ്യത്യാസം എടുക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ, അടുത്ത സ്ലൈഡ് കാണിക്കാം. അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ഓർഡർലി ആപ്ലിക്കേഷൻ ഓഫ് റൂട്ടീൻ പ്രൊസീജിയർ വിത്തിൻ ദ എക്സിസ്റ്റിംഗ് റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പോളിസീസ്. ഓൾറെഡി നിലവിലുള്ള റൂൾസ്, റെഗുലേഷൻസ്, അതുപോലെ തന്നെ എന്താണ് പോളിസീസ് ഉള്ളിരുന്നുകൊണ്ട് തന്നെ ഒരു റുട്ടീൻ പ്രൊസീജിയേഴ്സ് ക്യാരി ഔട്ട് ചെയ്യണം. അതായത് ആകാശം ഇടിഞ്ഞു വീണാലും ഈ റെഗുലേഷൻസ്, റൂൾസും പോളിസീസും ആദ്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണം, റൂൾസ് ഉണ്ട്. ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, അവിടെ റെഗുലേഷൻസ് ഉണ്ട്, അവിടെ പോളിസീസ് ഉണ്ട്. അതേസമയം മാനേജ്മെന്റിലോട്ട് വരുമ്പോൾ എന്താണ്, മാനേജ്മെന്റ് ആദ്യം പറയാം, whereas management is getting things done through other people to achieve objectives. ഇത് ബേസിക് ആണ്. Management has a certain amount of flexibility to adjust according to the needs of the situation. എന്താണ്, റൂൾസും ഒരു പരിധിയിലെ റെഗുലേഷൻസും ഒരു പരിധിയിലെ പോളിസീസും ഒക്കെ മാനേജ്മെന്റ് ഉണ്ട്. പക്ഷെ അവിടെ ആ ഫ്ലെക്സിബിലിറ്റി ആണ് എന്തിനെ ഡിഫൈൻ ചെയ്യുന്നത്, മാനേജ്മെന്റിനെ അഡ്മിനിസ്ട്രേഷൻ വ്യത്യാസപ്പെടുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ഒരു സാഹചര്യത്തിൽ നമുക്ക് ചിലർക്ക് കുറച്ചുകൂടി ടൈറ്റ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ലൂസ് ആയിട്ട് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ എല്ലാവരെയും കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് പ്രവർത്തിക്കണം. ആ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ ചിലരോടൊക്കെ കുറച്ച് ലൂസായിട്ട് നമ്മൾ തഞ്ചത്തിൽ നിന്ന് സംസാരിക്കണം. ആ ഒരു സാഹചര്യത്തിലൊക്കെ ഈ ഫ്ലെക്സിബിലിറ്റി എന്നുള്ള ടേം എന്ത് ചെയ്യും, മാനേജ്മെന്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. എല്ലാ സ്ഥലത്തും നമുക്ക് റിജിഡ് ആയിട്ട് നിന്നുകൊണ്ട് കാര്യമില്ല. സോ ദിസ് ഫ്ലെക്സിബിലിറ്റി പ്ലേസ് എ വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഇൻ മാനേജ്മെന്റ്. ഓക്കെ, അടുത്ത സ്ലൈഡിലോട്ട് ആയേ. മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ്. ഇത് ആക്ച്വലി സ്റ്റേറ്റ്മെന്റ് ആണ്. മാനേജ്മെന്റ് എന്താണ്, ഒരു ആർട്ടാണ്, ഒരു സയൻസ് ആണ്, ഒരു എന്താണ് കലയാണ്, അതേപോലെ ഒരു ശാസ്ത്രമാണ് അല്ലെ. അതാണ് പറയുന്നത് മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ്. ഇതെന്താ പറഞ്ഞേരാ, ആർട്ട് സ്ലൈഡ് എടുക്കുകയാണെങ്കിൽ ആർട്ട് സ്ലൈഡ് എടുത്ത് പറഞ്ഞുതരാം. പ്രധാനമായിട്ട് ഇപ്പൊ നമുക്ക് മാനേജ്മെന്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആർട്ട് എന്ന ടേമിലും സയൻസ് എന്ന ടേമിലും നമുക്ക് മാനേജ്മെന്റ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആർട്ട് എന്ന് പറയുന്ന സെൻസിൽ എന്താണ്, പേഴ്സണൽ ആപ്ലിക്കേഷൻ ഓഫ് സ്കിൽസ്. ഇപ്പൊ ഒരു കഴിവെടുക്കട്ടെ, ലൈക്ക് പടം വരയ്ക്കുന്നതായിരിക്കട്ടെ, അവിടെ നമ്മുടെ പേഴ്സണൽ സ്കിൽസ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാം അല്ലെ. ഇപ്പൊ എനിക്ക് നമ്മുടെ പടം വരയ്ക്കാതെങ്കിൽ എന്താണ്, നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. എന്നെക്കാൾ നന്നായിട്ട് പടം വരയ്ക്കാൻ പേഴ്സണൽ സ്കില്ലുള്ള ഒരാൾക്ക് എന്നെക്കാൾ മികച്ചൊരു പടം വരയ്ക്കാൻ പറ്റും. എന്നെക്കാൾ നന്നായിട്ട് പാടാൻ പറ്റുന്ന ഒരാൾക്കോ അയാളുടെ സ്കില്ല് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ എന്നെക്കാൾ നല്ലൊരു സംഗീതം അല്ലെങ്കിൽ പാട്ട് അയാൾക്ക് പാടാൻ പറ്റും. ആ ഒരു ടൈം എന്താണ്, പേഴ്സണൽ ആപ്ലിക്കേഷൻ ഓഫ് സ്കിൽ. മാനേജ്മെന്റ് പേഴ്സണൽ ആപ്ലിക്കേഷൻ ഓഫ് സ്കില്ല് മാറും. അതായത് ഞാനൊരു വസ്തുവിനെ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇവന്റ് മാനേജ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ മാനേജ് ചെയ്യുന്നത്. സോ പേഴ്സണൽ ആപ്ലിക്കേഷൻ വളരെയധികം വരുന്ന കാര്യമാണ്. മാനേജർ എന്താണ്, മാനേജ്മെന്റ് ഒരു ആർട്ട് എന്ന പോയിന്റ് ഓഫ് വ്യൂ പറയാം. രണ്ടാമത് എടുക്കുക, സയൻസ് എന്ന സ്റ്റേബിൾ എങ്ങനെ പറയാം, സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളേജ് പെർട്ടൈൻ ടു എ പർട്ടിക്കുലർ ഫീൽഡ് ഓഫ് എൻക്വയറി. അതായത് ഇപ്പൊ എന്താണ്, ഒരു ക്ലാസ്സിനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇവന്റിനെ മാനേജ് ചെയ്യാം, ലൈക്ക് അല്ലെങ്കിൽ എന്താ പറയാ ഒരു വലിയൊരു ബിസിനസ് മാനേജ് ചെയ്യാം. സോ ഇവിടെ ഒക്കെ എന്താണ്
മാനേജ്മെന്റ് വ്യത്യാസമുണ്ട് അല്ലെ, അതിന്റെ ഡെപ്തും അതിന്റെ സീരിയസ്നെസ്സിനും ഒക്കെ വളരെയധികം വ്യത്യാസമുണ്ട്. സോ നമ്മൾ ഏത് ഫീൽഡ് തിരഞ്ഞെടുക്കുന്നോ അതിനനുസരിച്ച് എന്താണ് ആ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട നോളജ്, മാനേജ്മെന്റ് നോളജ് വ്യത്യാസപ്പെട്ടിരിക്കും. സോ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ആണ് പെർട്ടൈനിങ് ടു എ പർട്ടിക്കുലർ ഫീൽഡ് ഓഫ് എൻക്വയറി. നിങ്ങൾ ഏത് ഫീൽഡിലാണ് തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ച് എന്താണ് മാനേജ്മെന്റ് മാറും. സോ ഇത് ഫീൽഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെന്ത് പറയാൻ പറ്റും, ഒരു സയൻസ് എന്ന ടൈമിൽ പറയാൻ പറ്റും. അടുത്ത പോവാം. ആർട്ട് എന്ന സെൻസിൽ രണ്ടാമത് പറയുന്നത് എന്താണ്, നീഡ്സ് പ്രാക്ടീസ് ടു അച്ചീവ് കോൺക്രീറ്റ് സ്കിൽ. ഒരു സോളിഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് സ്കിൽ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീഡ്സ് പ്രാക്ടീസ് ടു അച്ചീവ് കോൺക്രീറ്റ് സ്കിൽ. അതായത് മാനേജ്മെന്റ് ആരും 100 മാർക്ക് അല്ലെങ്കിൽ ഞാൻ മാനേജ്മെന്റ് സ്കിൽഡ് ആണ് എന്നുള്ള രീതിയിൽ ഒരാൾ ജനിക്കുമ്പോഴേ വരുന്നില്ല. ലൈക്ക് ഒരു ഫസ്റ്റ് ഒരു ഇവന്റ് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു ഇവന്റ് ഒരു സിറ്റുവേഷൻ കിട്ടുവാണ്. അവിടെ അയാൾ 100% എക്സീൽ ചെയ്യണമെന്ന് ഒരു കണ്ടീഷനും ഇല്ല. അവിടെ അയാൾ മേ ബി അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റായിരിക്കും. അത് അടുത്തോട്ട് എന്ത് ചെയ്യും, അയാൾ ഇമ്പ്രൂവ് ചെയ്യും. അയാളെ സീനിയേഴ്സിനോട് ചോദിക്കും, അയാളെ കൊളീഗ്സിനോട് ചോദിക്കും. അങ്ങനെ പതിയെ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ നമ്മള് ഒരു പടം വരയ്ക്കുക, അല്ല പാട്ട് പാടുന്നത്. പടം വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പിക്കാസോയെ പോലെ പടം വരയ്ക്കാനാണ് പഠിച്ചത് അല്ല, വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം വര വരയ്ക്കാൻ പഠിച്ചു, വട്ടം വരയ്ക്കാൻ പഠിച്ചു. അതിനുശേഷമാണ് നമ്മൾ മിഡ് ടോൺ, ഹാഫ് ടോൺ, ഹൈലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് പടം വരയ്ക്കുന്നതിന്റെ എക്സ്ട്രീം കാര്യങ്ങളോട്ട് പോകും. സോ അവിടെയൊക്കെ എന്താണ്, അവിടെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ സ്കില്ല് പോളിഷ് ചെയ്ത് വന്നത്. അതുപോലെ തന്നെ മാനേജ്മെന്റ് സ്കില്ലും എന്താണ്, നമ്മൾ അത്രത്തോളം പോളിഷ് ചെയ്യുന്നു അത്രത്തോളം മാനേജ്മെന്റ് സ്കില്ല് കൂടാനുള്ള ചാൻസ്. സോ നീഡ്സ് പ്രാക്ടീസ് അച്ചീവ് കോൺക്രീറ്റ് സ്കിൽ. കോൺക്രീറ്റ് സ്കില്ല് അച്ചീവ് ചെയ്യണമെങ്കിൽ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. അടുത്ത് കണ്ടെയ്ൻസ് പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ് ഡെവലപ്ഡ് ത്രൂ കണ്ടിന്യൂസ് ഒബ്സർവേഷൻ, റിസർച്ച് ആൻഡ് എക്സ്പെരിമെന്റ്. ഇതെങ്ങനെ പറയാൻ കാരണം ഇത് പഠിക്കാൻ പോകുന്നതാണ്. ഇനി അടുത്ത 2 ടോപ്പിക് വരുമ്പോഴത്തേക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് സെപ്പറേറ്റ് ടോപ്പിക് വരും. അവിടെ നമ്മൾ എന്താണ് ഡിഫറെന്റ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പഠിക്കും. അതുപോലെ ഡിഫറെന്റ് തിയറീസിനെ കുറിച്ച് പറയും. ഈ പ്രിൻസിപ്പിളും തിയറീസും ഒക്കെ ആരെങ്കിലും എഴുതിയാണ്, റാൻഡംലി എഴുതിയല്ല. ഇതാണെങ്കിൽ കണ്ടിന്യൂസ് ഒബ്സർവേഷൻ, റിസർച്ച്, എക്സ്പെരിമെന്റ് എല്ലാത്തിനും ശേഷമാണ് ഈ പ്രിൻസിപ്പിൾസും തിയറീസ് ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് പിന്നെ എടുക്കാം. സോ ഇതിനകത്ത് പ്രിൻസിപ്പിൾസ് തിയറീസ് എന്തിന്റെ ബേസിൽ, കണ്ടിന്യൂസ് ഒബ്സർവേഷന്റെ റിസർച്ചിന്റെ ബേസിൽ ഉണ്ടാക്കുന്നുണ്ട് തന്നെ. സോ നമുക്ക് പറയാൻ പറ്റുന്ന മാനേജ്മെന്റ് സയൻസ് ആണ്. ആർട്ടിന്റെ പെർസ്പെക്ടീവ് ഒന്നും വരാം. ക്രിയേറ്റീവ് ഇൻ ഹിസ് ഓൺ അപ്രോച്ച് ആൻഡ് ഇന്നോവേഷൻ. ഒരു പ്രോബ്ലം വരികയാണ്, ഈ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം പറയുമല്ലോ. അപ്പൊ ഓരോ പ്രോബ്ലത്തിനനുസരിച്ച് നമ്മുടേതായിട്ടുള്ള എന്ത് ചെയ്യണം, നമ്മൾ അതിനുവേണ്ടി വഴങ്ങി കൊടുക്കണം. ലൈക്ക് നമ്മൾ റിജിഡായിട്ടിരുന്നതുകൊണ്ട് പ്രോബ്ലം മാറത്തില്ല. സോ നമ്മൾ അതിനനുസരിച്ചുള്ള ഫ്ലെക്സിബിലിറ്റി കാണിക്കണം. സോ ഈ ഫ്ലെക്സിബിലിറ്റി ക്രിയേറ്റീവ് ആണ്. ലൈക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ ഇട്ടിട്ട് ഓടുകയല്ല, അതിനെ നമ്മൾ എത്രത്തോളം ക്രിയേറ്റീവായിട്ട് നമ്മൾ അതിനെ മറികടക്കുന്നുണ്ടോ അവിടെയാണ് മാനേജ്മെന്റ് വിജയം വരുന്നത്. സോ ക്രിയേറ്റീവ് ഇൻ ഹിസ് ഓൺ അപ്രോച്ച് ആൻഡ് ഇന്നോവേഷൻ. ഞാൻ പറഞ്ഞില്ലേ പേഴ്സണൽ ആപ്ലിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇൻഡിവിജ്വലൈസ് എന്താണ് മാനേജ്മെന്റ് എന്നുള്ളത് മാറി വരും. ഞാനൊരു വിഷയത്തെ മാനേജ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല. മേ ബി എന്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എന്റെ കൂടെ ഇതേ സ്കിൽ അറ്റൈൻ ചെയ്ത ആള് മാനേജ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ക്രിയേറ്റീവ് ഇൻ ഹിസ് ഓൺ അപ്രോച്ച് ആൻഡ് ഇന്നോവേഷൻ. അപ്പൊ വീണ്ടും വരാം സയൻസ് എന്ന പെർസ്പെക്ടീവില് യൂണിവേഴ്സൽ ആണ് അല്ലെ. യൂണിവേഴ്സൽ നമ്മൾ ആദ്യം പറഞ്ഞു മാനേജ് യൂണിവേഴ്സൽ, അതായത് ലോകത്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നത്. സയൻസ് അതുപോലെ തന്നെ ഇന്നടത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറുമ്പോഴത്തേന് സയൻസിന് വ്യത്യാസം കിട്ടില്ല. സോ ഇറ്റ് ഇസ് യൂണിവേഴ്സൽ, എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ സയൻസ് യൂണിവേഴ്സൽ എന്ന പോയിന്റ് ഓഫ് വ്യൂ മാനേജ്മെന്റ് എന്താണ് ഒരു സയൻസ് ആണ്. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് 2 പോയിന്റ് പറയാം. നീഡ്സ് ലോങ് പീരീഡ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ അച്ചീവിംഗ് മാസ്റ്ററി. അല്ലെ, നമ്മൾ അതിൽ അത്യവാളം അത്രയും കഴിവുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം അച്ചീവ് ചെയ്യണമെങ്കിൽ മാനേജ്മെന്റ് നമുക്ക് പുഷ്പം പോലെ അച്ചീവ് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്താണ് അത്രത്തോളം പ്രാക്ടീസ് വേണം. അതേപോലെ ഏതൊരു ആർട്ട് എടുക്കുകയാണ്, നന്നായിട്ട് പാട്ട് പാടുന്നവരായിക്കട്ടെ, നന്നായിട്ട് പടം വരയ്ക്കുന്നവരായിക്കോട്ടെ, അവരെല്ലാവരും ഒരു മാസ്റ്റർ ആണ് അല്ലെങ്കിൽ അവര് ലോകം അറിയുന്നുണ്ടെങ്കിൽ എന്താണ് അത്രത്തോളം അവർ എഫേർട്ട് എടുക്കുന്നുണ്ട്. എന്തിന്, അവർ തന്നെ സ്വന്തമായിട്ട് ചെയ്ത പേഴ്സണൽ സ്കില്ല് കൂട്ടി അവര് മാസ്റ്റേഴ്സ് ആണ്. സോ നീഡ്സ് എ ലോങ് പീരീഡ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ അച്ചീവിംഗ് മാസ്റ്റർ. അതേപോലെ മാനേജ്മെന്റ് നമ്മൾ ഓരോ ഇവന്റ് മാനേജ് ഓരോ സിറ്റുവേഷൻസ് മാനേജ് ചെയ്ത് ഓരോ സർക്കംസ്റ്റൻസ് ഹാൻഡിൽ ചെയ്ത് മാനേജ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാനേജ്മെന്റില് മാസ്റ്റർ കണ്ടെത്തുന്നത്. സോ ആർട്ട് എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂല് മാനേജ്മെന്റ് എന്താണ് ഒരു ആർട്ടാണ്. പിന്നെ എന്താണ് സയൻസ് എന്ന പോയിന്റ് ഓഫ് വ്യൂലോ ക്യാൻ ബി ടോട്ട് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസ്സിനകത്തും ക്ലാസ്സിന് പുറത്തും എന്ത് ചെയ്യാൻ പറ്റും, മാനേജ്മെന്റ് പറഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ, ലൈക്ക് ഒരു തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് പറയല്ലേ, തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ. തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ തന്നെ ഒരാൾക്ക് വേണമെങ്കിൽ ക്ലാസ് എടുക്കാം മാനേജ്മെന്റിനെ കുറിച്ച്. അല്ലെങ്കിൽ എന്താണ് ക്ലാസ്സിലൊന്നും പോവാതെ വേറെ ഒരാൾ ഇവന്റ് മാനേജറിനെ കാണുമ്പോഴത്തേനും അയാളോട് ഞാൻ ചോദിക്കുന്നു ഇതെങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്. അപ്പൊ അയാളുടെ എക്സ്പീരിയൻസ് വെച്ച് അയാൾ പറയും. സോ അത് ക്ലാസ്സിനകത്തല്ല, ക്ലാസ്സിന് വെളിയിൽ നിന്ന് നമുക്ക് ആ ജനറൽ ഇന്ററാക്ഷൻ വഴി കിട്ടുന്നതാണ്. സോ ദാസ് എന്താണ് ക്യാൻ ബി ടോട്ട് ഇൻസൈഡ് ആൻഡ്
outside of the class. So എന്താണ് മാനേജ്മെന്റ് എന്താണ് ഒരു സയൻസ് ആണ്, ഈക്വലി അതേപോലെ എന്താണ് ഒരു ആർട്ടും കൂടിയാണ്. ഓക്കെ, അടുത്ത സ്ലൈഡ് പോവാം. ഒരു ഓവറോൾ ആയിട്ട് ഐഡിയ വെച്ച് പറഞ്ഞു തന്നു. സോ എസെൻസ് ഈ മാനേജ്മെന്റ് മൊത്തത്തിൽ എന്ന് പറയുവാണെങ്കിൽ എന്താ എസെൻസ് ഓഫ് മാനേജ്മെന്റ് ഈസ് ടു ഗെറ്റ് എ വർക്ക് ഡൺ എഫക്റ്റീവ്ലി വിത്തിൻ ടൈം അലോട്ടഡ് വിത്തിൻ മിനിമം എക്സ്പെൻസ് വിത്ത് മാക്സിമം ഔട്ട്പുട്ട്. എന്താണ് നമ്മളെല്ലാരെയും പോലെ തന്നെ നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് കുറെ സാധനം മേടിക്കണം വിചാരിക്കത്തില്ലേ, അതേപോലെയാണ് മാനേജ്മെന്റ് എസെൻസ്. കുറച്ച് റിസോഴ്സസ് ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ മാക്സിമം ഔട്ട്പുട്ട് അല്ലെ, മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി വർക്ക് എഫക്റ്റീവായിട്ട് നടക്കണം. ഇതാണ് മാനേജ്മെന്റ് ഉദ്ദേശം. അതായത് കിട്ടിയ റിസോഴ്സ് ഒക്കെ ഏറ്റവും മിനിമം എക്സ്പെൻസിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് അച്ചീവ് ചെയ്യാം. അതുപോലെ തന്നെ വർക്ക് ഇതിലൊരിക്കലും വർക്ക് കോംപ്രമൈസ് ചെയ്യത്തില്ല കേട്ടോ. വർക്ക് അത്രയും എഫക്റ്റീവായിട്ട് നടക്കുകയും ചെയ്യണം, ബട്ട് മിനിമം എക്സ്പെൻസിൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം. ഇതാണ് മാനേജ്മെന്റിന്റെ എസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ചിലപ്പോൾ കാണാൻ പറ്റുന്ന അറിയത്തില്ല, എന്നിട്ട് വായിക്കാം. ടു ഗെറ്റ് എ വർക്ക് ഡൺ എഫക്റ്റീവ്ലി വിത്തിൻ ടൈം അലോട്ടഡ് വിത്തിൻ മിനിമം എക്സ്പെൻസ് വിത്ത് മാക്സിമം ഔട്ട്പുട്ട്. ഇതാണ് എന്ത് എസെൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തതിലോട്ട് പോവാം. അടുത്താണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഇപ്പൊ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിനകത്ത് ഇപ്പോൾ പറയാൻ പോകുന്നത് വെച്ചാൽ പ്ലാനിങ് മാത്രമേ ഉള്ളൂ. പ്ലാനിങ് പക്ഷെ നമുക്ക് പ്രധാനമായിട്ട് 9 ആണുള്ളത്, ഫങ്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ എന്താ പ്ലാനിങ്, ഓർഗനൈസേഷൻ, സ്റ്റാഫിങ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്, കൺട്രോളിംഗ്, ഇന്നോവേഷൻ. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഓർത്തെടുക്കും? 9 ഇല്ലേ, അതിനൊരു കോഡാണ് എന്ത് പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിൽ നിന്ന് POSD, അതുപോലെ കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്, കൺട്രോളിംഗ്, ഇന്നോവേഷൻ എന്ന CORBC വരുമ്പോഴത്തേനും മൂലങ്ങളിലെ മൂയും സഹദേവന്റെ സായം പോലെ പോസ്ഡി കോപ്സ് എന്ന സംഭവം കിട്ടും. സോ നമുക്ക് ഈ പോസ്ഡി കോപ്സ് ഉപയോഗിച്ച് നമുക്ക് എന്താണ് ഒരു ഫംഗ്ഷൻ പോലും വിട്ടുപോകാതെ അറ്റ്ലീസ്റ്റ് പേര് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ വരിവരിയായിട്ട് തന്നെ എഴുതാൻ പറ്റും. സോ ഇത് ഓർത്തണം കേട്ടോ. പോസ്ഡി കോപ്സി, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ് പോസ്ഡിയും, അതുപോലെ കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്, കൺട്രോളിംഗ്, ഇന്നോവേഷൻ കോപ്സി. സോ പോസ്ഡി കോപ്സി. ഓക്കെ, പാർസലായിട്ട് പോയാൽ ഇംപ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ വേറെ ടോപ്പിക് എടുക്കണോ, സ്പെസിഫിക് ടോപ്പിക് എടുക്കണോ അതൊക്കെ പറയണം. സോ അത് നിങ്ങളുടെ പിന്നെ പറഞ്ഞ എന്റെ പേര് ശ്രാവൺ പ്രകാശ്, അത് കൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും തുടർന്ന് നല്ല ക്ലാസ്സുകൾക്ക് വരുന്നുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. താങ്ക് യു, യു ഗൈസ് ബീൻ ഗ്രേറ്റ്.